ഹായ് മക്കളെ, നമ്മളിത് അരിത്തമെറ്റിക് സീക്വൻസിന്റെ പാർട്ട് 5ലേക്കാണ് പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 21 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കി നോക്കാം. സിമ്പിൾ പാറ്റേൺ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിന്റെ ബാക്കി തന്നെയാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്. നോക്കി നോക്കാം എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്നുള്ളത്. ദ തേർഡ് ടേം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് തന്നിട്ടുള്ളത് മൂന്നാമത്തെ ടേം അവിടെ തന്നിട്ടുണ്ട് അല്ലെ, മൂന്നാം പദം തന്നിട്ടുണ്ട്. ഞാനൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. x3 എത്രയാണ് മക്കളെ പറഞ്ഞിരിക്കുന്നത്? 15 ആണ്, 15 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എട്ടാമത്തെ ടേം പറഞ്ഞിട്ടുണ്ട് 8th ടേം ഇസ് ഈക്വൽ ടു 35. നമ്മളോട് 13th ടേമാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ട് രീതിയിൽ ചെയ്യട്ടോ മക്കളെ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് ഫസ്റ്റ് ടേം കണ്ടുപിടിച്ച് അങ്ങനെ പോകും. അതല്ല കോമൺ ഡിഫറൻസ് മാത്രം വെച്ചിട്ട് കണ്ടുപിടിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു. ഡി ഇസ് ഈക്വൽ ടു എക്സ് എം മൈനസ് എക്സ് എൻ ബൈ എം മൈനസ് എൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 35 മൈനസ് 15 ഡിവൈഡഡ് ബൈ 8 മൈനസ് 3 എന്നാണ് നമുക്ക് എഴുതാൻ വേണ്ടി ഉണ്ടാവുക. 35 നിന്ന് 15 കുറച്ചാൽ ബാക്കി കിട്ടേണ്ടത് 20 ആണ്. ഡിവൈഡഡ് ബൈ 8 മൈനസ് 3 ചെയ്താൽ കിട്ടേണ്ട ഉത്തരം 5 ആണ്. 20/5. അയാളുടെ ഉത്തരം എത്ര മക്കളെ കിട്ടുന്നുണ്ടാവുക? 4 എന്ന് പറയുന്ന ഉത്തരമായിരിക്കും അവിടെ നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 13th ടേം അല്ലേ മക്കളെ, 13ാമത്തെ ടേം അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ ടേം നമ്മുടെ കയ്യിലുണ്ട് 15 ആണെന്നുള്ളത്. മൂന്നാമത്തെ ടേമിന്റെ കൂടെ എത്ര പൊതുവ്യത്യാസം കൂട്ടിയാലാണ് നമുക്ക് 13ാമത്തെ ടേം കിട്ടുക? നമുക്കറിയാം 10 പൊതുവ്യത്യാസം കൂട്ടണം അല്ലെ. അപ്പോഴല്ലേ 10ഉം 3ഉം 13 എന്ന് പറയുന്ന ആളെ നമുക്ക് കിട്ടുകയുണ്ടാവുക. ആണോ അല്ലയോ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു മക്കളെ, തേർഡ് ടേം എന്ന് പറയുന്ന ആള് ഓൾറെഡി 15 ആണ്. 15 പ്ലസ് 10 ഇൻറ്റു പൊതുവ്യത്യാസത്തിന് പകരം 4 എന്ന് എഴുതുകയുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ 15 പ്ലസ് 10 ഇൻറ്റു 4 മാറ്റിയിട്ട് 40 എന്ന് എഴുതുന്നു. 15ഉം 40ഉം ചേർത്തിട്ട് നമുക്ക് വരേണ്ട ആൻസർ എന്ന് പറയുന്നത് 55 എന്നുള്ള. എടാ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഞാൻ ഇപ്പൊ മൂന്നാമത്തെ ടേം ഉപയോഗിച്ചിട്ടല്ലേ മക്കൾ എഴുതിയത്. അങ്ങനെ എഴുതണം യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 8ാമത്തെ ടേം ഉപയോഗിച്ചിട്ട് എഴുതാം. 13ാമത്തെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8ാമത്തെ ടേമിന്റെ കൂടെ എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത എന്നുള്ള രീതിയിൽ വേണമെങ്കിലും സെയിം ഉത്തരത്തെ എഴുതാം. കഴിഞ്ഞിട്ടില്ല, അതിലൊരു സബ് ക്വസ്റ്റ്യൻ കൂടി ഇരിക്കുന്നുണ്ടല്ലോ മക്കളെ. 23ാമത്തെ ടേമിനെ ചോദിക്കുന്നുണ്ട്. നമുക്കൊന്ന് എഴുതി നോക്കാം. x23 കുറിച്ച് ചോദിക്കുന്നുണ്ട്. എടാ ഒരുപാട് രീതികളുണ്ട് കേട്ടോ. കാരണം നമ്മളിൽ മൂന്നാമത്തെ ടേം ഉണ്ട്. ഈ മൂന്നാമത്തെ ടേമിന്റെ കൂടെ 20 പ്രാവശ്യം കോമൺ ഡിഫറൻസ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അതല്ല 8ാമത്തെ ടേം നമ്മുടെ കയ്യിലുണ്ട്. 8ാമത്തെ ടേമിന്റെ കൂടെ 15 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാളാണ് 23ാമത്തെ ടേം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇനി അതല്ല 13ാമത്തെ ടേം നമ്മുടെ കയ്യിലുണ്ട്. അയാളുടെ കൂടെ 10 പ്രാവശ്യവും കൂടി കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ ആ രീതിയിലും ചെയ്യും. ഞാൻ ആ മെത്തേഡാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 23ാമത്തെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13ാമത്തെ ടേമിന്റെ കൂടെ എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ചേർക്കണം മക്കളെ? 10 പ്രാവശ്യം കൂടി കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം ചേർക്കണം. വിച്ച് ഇസ് ഈക്വൽ ടു 13th ടേം ഓൾറെഡി നമ്മളെ കയ്യിലുണ്ട് 55 ആണ്. പ്ലസ് 10 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 4 ആണ്, നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ 55 പ്ലസ് 10 ഇൻറ്റു 4 മാറിയിട്ട് 40 ആവുന്നു മക്കളെ. അങ്ങനെ ഉത്തരം വരേണ്ടത് 95 എന്ന് പറയുന്നതാണ് ഇവിടെ ഉത്തരമായിട്ട് വരും. സിമ്പിൾ ആയിട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റിയ ഒരാളാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The fifth term of an arithmetic sequence is 21. അപ്പോൾ 5ാമത്തെ ടേം തന്നിട്ടുണ്ട് കേട്ടോ. 5ാം പദം തന്നിട്ടുണ്ട്. ആൻഡ് 9th ടേം ഈസ് 41. നമുക്ക് തന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് എഴുതി വെക്കാം. x5 മക്കളെ 21 ആണെന്ന് പറയുന്നുണ്ട്. അതേപോലെ x9 എന്ന് പറയുന്ന ആൾ 41 ആണെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ടേം ആണ് ചോദിച്ചിരിക്കുന്നത്, ആദ്യത്തെ പദം. എടാ ഓരോ എക്സസൈസസ് വരുമ്പോൾ ഓരോ സ്റ്റെപ്പ് പഠിക്കുമ്പോൾ ഒന്നും ഓർമ്മയിൽ നിൽക്കില്ല. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തിട്ടുള്ള സെയിം മെത്തേഡ് ഞാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനുള്ള അതേ മെത്തേഡ് കോപ്പി അടിക്കുകയാണ്. അത് പഠിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ മക്കളെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചാണ് എക്സ് മൈനസ് എക്സ് എൻ ബൈ എം മൈനസ് എൻ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ എഴുതുന്ന സമയത്ത് 41 മൈനസ് 21 ഡിവൈഡഡ് ബൈ 9 മൈനസ് 5 എന്നാണ് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഉണ്ടാവുക. ഓക്കെ, 41 എന്ന് 21 എന്ത് ചെയ്യുന്നു മക്കളെ? മൈനസ് ചെയ്യുന്നു. 20 ആണ്. ഡിവൈഡഡ് ബൈ 9 മൈനസ് 5 ചെയ്താൽ 4 ആണ്. ഇവിടെ കോമൺ ഡിഫറൻസ് വരേണ്ടത് 5 എന്ന് പറയുന്ന ആളാണ് കോമൺ ഡിഫറൻസ് ആയിട്ട് ഉണ്ടാവുക. ഏതെങ്കിലും ഒരു ടേമിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടുമെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ടേമിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ഞാനിവിടെ 5th ടേമിനെ സ്പ്ലിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. x5 ഓൾറെഡി 21 ആണ്. 5ാം പദം 21 ആണ് എന്ന് പറയുന്നുണ്ട്. പൊതുവ്യത്യാസം ഒന്നാം പദത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 5ാം പദത്തെ ഞാൻ മാറ്റി എഴുതുന്നു. എഫ് പ്ലസ് 4d ഇസ് ഈക്വൽ ടു 21. ആദ്യ പദത്തോടൊപ്പം 4 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടിയാൽ 21. അങ്ങനെയാണെങ്കിൽ എഫ് പ്ലസ് 4ഡിക്ക് പകരം ഇൻറ്റു നമുക്ക് ഇവിടെ കിട്ടിയ 5 അപ്ലൈ ചെയ്യാണ്. വിച്ച് ഇസ് ഈക്വൽ ടു ആരാ മക്കളെ വരുന്നുണ്ടാവുക? 21 എന്നായിരിക്കും വരുന്നുണ്ടാവുക.
അടുത്ത സ്റ്റെപ്പിൽ എഫ് പ്ലസ് ആ 4 into 5 മാറ്റിയിട്ട് ഞാൻ എന്ത് എഴുതുന്നുണ്ട് 20 എന്ന് എഴുതുന്നുണ്ട് മക്കളെ, വിച്ച് ഇസ് ഈക്വൽ ടു 21. അങ്ങനെ ആവുമ്പോൾ എഫ് ഇസ് ഈക്വൽ ടു 21 ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ 20 ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് -20 ആവും. അങ്ങനെ നമുക്ക് എഫിന്റെ ആൻസർ കിട്ടുന്നു. എഫ് ഇസ് ഈക്വൽ ടു 1. എഫ് ഇസ് ഈക്വൽ ടു 1. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ എക്സസൈസിന്റെ സെയിം സ്റ്റെപ്പ് ഞാൻ കോപ്പി അടിച്ചിട്ടുള്ളതാണ്. അടുത്ത നമ്മളോട് ചോദിച്ചത് തേർഡ് ടേം ആരാണ്, മൂന്നാമത്തെ പദം ആരാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം, കാരണം അഞ്ചാമത്തെ പദം നമ്മുടെ കയ്യിലുണ്ട്. അതിന്ന് ഈ കാണുന്ന ആളെ മൈനസ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. 2 പ്രാവശ്യം പൊതുവ്യത്യാസം കുറച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. ഇനി അതല്ല, ഞാൻ ഡയറക്റ്റ് മെത്തേഡ് ഇതേ മെത്തേഡ് കോപ്പി അടിക്കുകയാണെങ്കിൽ മക്കൾ നോക്കി നോക്കണം. തേർഡ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് പ്ലസ് 2d ആണ്. അതാണ് ഇവിടെ എളുപ്പം തോന്നുന്നു. എഫ് എന്ന് പറയുന്ന ആൾ 1 ആണ്. പ്ലസ് 2 ഇൻറ്റു ഡിക്ക് പകരം ഞാൻ ആരെ കൊടുക്കുന്നു മക്കളെ, 5 കൊടുക്കുന്നു. അങ്ങനെ ആവുന്ന സാഹചര്യത്തിൽ 1 + 10 എന്ന് പറയുമ്പോൾ 11 ആണ് അവിടെ ഉത്തരം വരേണ്ടത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിലെ സെയിം മെത്തേഡാണ്. കഴിഞ്ഞ ചോദ്യത്തിന്റെ അപ്രോച്ച് അല്ല ഇവിടെ ചെയ്തിട്ടുള്ളത്. എളുപ്പമുള്ള ഒരു ടോപ്പിക് വന്നപ്പോൾ എളുപ്പമുള്ള രീതിയിൽ ചെയ്തു എന്ന് മാത്രം. The fourth term of an arithmetic sequence is 61 and the seventh term is 31. ആരൊക്കെ മക്കളെ തന്നിട്ടുള്ളത്? 4ാം പദവും തന്നിട്ടുണ്ട്, 7ാം പദവും തന്നിട്ടുണ്ട്. തന്നിട്ടുള്ള ആൾക്കാർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. x4 is equal to 61, അതേപോലെ തന്നെ x7 is equal to 31. അങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഓക്കെ എടാ, ഇനി നമ്മളോട് ഏറ്റവും ആദ്യം കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞാൽ 10th ടേം ആരെ കണ്ടുപിടിക്കണമെങ്കിലും നമുക്ക് ആര് കൂടിയേ തീരുള്ളൂ മക്കളെ, കോമൺ ഡിഫറൻസ് കൂടിയേ തീരുള്ളൂ. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. d is equal to xm minus xn by m minus n എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണല്ലോ. വിച്ച് ഇസ് ഈക്വൽ ടു 31 minus 61 divided by 7 minus 4. ശ്രദ്ധിക്കണേ ഓർഡർ. 31 minus 61 is equal to 7 minus 4. 31ൽ നിന്ന് 61 മൈനസ് ചെയ്യുക. സ്വാഭാവികമായിട്ടും അടുത്തൊരു നെഗറ്റീവ് നമ്പർ വരിക. അങ്ങനെ വരാൻ പാടുള്ളൂ. കാരണം നോക്കി നോക്കണം, 4ാമത്തെ പദം 61ഉം 7ാമത്തെ പദം 31. അപ്പം മുന്നോട്ടേക്ക് പോകും തോറും വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, 31ൽ നിന്ന് 61 കുറച്ച് സമയത്ത് എനിക്ക് കിട്ടിയ ആൻസർ -30 എന്ന് പറയുന്നതാണ്. ഡിവൈഡഡ് ബൈ 7 minus 4 3 ആണ്. ഓക്കെ മക്കളെ, അപ്പോൾ എനിക്ക് അവിടെ കിട്ടുന്ന കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -10 ആണ്. ഇനി നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആദ്യത്തെ ആൾ 10th ടേം, 10ാം പദമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ആൾ. അപ്പോൾ ഞാൻ x10 എന്ന് പറയുന്ന ആളെ ഇവിടെ ഈ 10ാമത്തെ ടേമിൻ്റെ അടുത്തുള്ള ആരെങ്കിലും തന്നിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് നോക്കി നോക്കാം. ഉണ്ട് മക്കളെ, 7ാമത്തെ ടേം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 7ാമത്തെ ടേമിൻ്റെ കൂടെ 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയതാണ് എന്ന് എഴുതുന്നുണ്ട്. x7 എന്ന് പറയുന്ന ആൾ 31 ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പ്ലസ് 3 ഇൻറ്റു ഡിക്ക് പകരം ഞാൻ -10 കൊടുക്കുന്നുണ്ട്. ഓക്കെ മക്കളെ, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത് വിച്ച് ഇസ് ഈക്വൽ ടു 31 പ്ലസ് 3 ഇൻറ്റു -10നെ -30 എന്ന് എഴുതുന്നുണ്ട്. അവിടെ പ്ലസ് മൈനസ് ഒരുമിച്ച് കാണുമ്പോൾ എല്ലാ പ്രാധാന്യവും ആർക്കാണ്, മൈനസിനാണ്. 31 -30 എന്നാണ് അവിടെ വരേണ്ടത്. ആൻസർ എന്ന് പറയുന്ന ആള് 1 എന്നാണ് മാറേണ്ടത്. അതാണ് അവിടുത്തെ 10ാമത്തെ ടേം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദിച്ചത് 1ാമത്തെ ടേം ആരാന്നുള്ളതാണ്. 1ാമത്തെ ടേം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിലധികം മെത്തേഡ് നമ്മുടെ കയ്യിലുണ്ട്. 4th ടേമിൽ നിന്ന് വേണമെങ്കിൽ മക്കൾക്ക് 3 കോമൺ ഡിഫറൻസുകളെ കുറയ്ക്കാം. പക്ഷെ ഞാൻ സ്ഥിരം ചെയ്യുന്ന മെത്തേഡാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ഞാൻ ഏതെങ്കിലും ഒരു ടേമിനെ സ്പ്ലിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ടൈം ചോദിക്കുമ്പോൾ എപ്പോഴും ഒരു മെത്തേഡാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. അങ്ങനെ ഒരു സാധനത്തിന് വേണ്ടി ഒരു മെത്തേഡ് ഫിക്സ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. അപ്പോൾ ഇവിടെ ഓൾറെഡി x4 മക്കളെ 61 ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ x4 എന്ന് പറഞ്ഞാൽ ആരാ, എഫ് പ്ലസ് 3d ആണ്. അയാളാണ് 61 എന്ന് പറയുന്നത്. എഫ് ആരാ നമുക്ക് അറിഞ്ഞൂടാ. 3dക്ക് പകരം ഞാൻ ഇൻറ്റു ആരെ കൊടുക്കുന്നുണ്ട്, -10 കൊടുക്കുന്നുണ്ട്. ആൻസർ കിട്ടേണ്ടത് 61 എന്നാണ്. അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും എഫ് പ്ലസ് ആ 3 ഇൻറ്റു -10നെ മാറ്റിയിട്ട് ഞാൻ -30 എന്ന് എഴുതുന്നുണ്ട്. ആൻസർ വിച്ച് ഇസ് ഈക്വൽ ടു 61. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും അയാൾ മാറുന്നു. എഫ് -30 പ്ലസും മൈനസും ഒരുമിച്ച് വരുന്ന സമയത്ത് പ്രയോറിറ്റി മുഴുവൻ ആർക്കാണ്, മൈനസിനാണെന്ന് പ്രാധാന്യം ഓർത്ത് വയ്ക്കണം. വിച്ച് ഇസ് ഈക്വൽ ടു 61. അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത് എഫ് ഇസ് ഈക്വൽ ടു മക്കളെ ഓൾറെഡി ഒരു 61 ഉണ്ടായിരുന്നു. -30 ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് +30 ആവുന്നു. അങ്ങനെ മക്കളെ നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു 91 എന്നാണ് ആൻസർ കിട്ടേണ്ടത്. അതാണ് അവിടുത്തെ ആരെന്ന് പറയുന്നത്, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. ആ പേജിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. 5th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇസ് 10. നമുക്ക് നോട്ട് ചെയ്ത് പോവാം. 5ാമത്തെ പദം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എത്രയാടാ, 10. അതേപോലെ 10ാമത്തെ പദം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 5. ഈ കേസ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. കോമൺ ഡിഫറൻസ് നമുക്ക് ഉറപ്പിക്കാൻ മക്കളെ. ഡി ആരായിരിക്കും വരുന്നുണ്ടാവുക, -1 ആയിരിക്കും വരുന്നുണ്ടാവുക.
വാട്ട് ഈസ് ഇറ്റ്സ് 15th ടേം? 15ാമത്തെ ടേം. ഈ 15ാമത്തെ ടേമിന്റെ അടുത്തുള്ള ആരെങ്കിലും തന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ. 10ാമത്തെ ടേം തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 15ാമത്തെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാമത്തെ ടേമിന്റെ കൂടെ 5 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയതായിരിക്കും. ആണല്ലോ. ഇവിടെ 10ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ? 5 ആണ്. 5 പ്ലസ് 5 ഇൻറ്റു ഡിക്ക് പകരം നമുക്ക് ആരെ കൊടുക്കാം? -1 എന്ന് കൊടുക്കാം. h ഇസ് ഈക്വൽ ടു 5 പ്ലസ് 5 ഇൻറ്റു -1 ചെയ്താൽ നമുക്ക് കിട്ടേണ്ട ഉത്തരം എന്ന് പറയുന്നത് -5 ആണ്. ആണല്ലോ. വിച്ച് ഇസ് ഈക്വൽ ടു 5 മൈനസ് 5. ഉത്തരം എത്ര മക്കളെ വരിക? 0 എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ എത്രാമത്തെ ടേം എന്ന് പറയുന്നത്? 15ാമത്തെ ടേം. അടുത്തത് ചോദിച്ചാവട്ടെ 25ാമത്തെ ടേം ആണ് ചോദിച്ചിട്ടുള്ളത്. 25ാമത്തെ ടേം ആരെ വെച്ചിട്ട് വേണമെങ്കിൽ എഴുതാട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5ാമത്തെ ടേമിന്റെ കൂടെ 20 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുന്ന രീതി വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. 10ാമത്തെ ടേമിന്റെ കൂടെ 15 തവണ പൊതുവ്യത്യാസം കൂട്ടുന്ന രീതി ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ചെയ്യുന്നത് ഓൾറെഡി നമ്മുടെ കയ്യിൽ 15ാം പദം നമ്മൾ കണ്ടുപിടിച്ചാണല്ലോ. 15ാം പദത്തിന്റെ കൂടെ 10 പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുക എന്നുള്ള മെത്തേഡാണ് ഞാൻ ചെയ്യുന്നത്. 15ാം പദം 0 നമ്മളോട് പറഞ്ഞു. 10 ഇൻറ്റു പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ -1 നമുക്ക് അറിയുന്ന കാര്യവുമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ പിന്നെ ഈ 0 പ്ലസ് എന്ന് പറഞ്ഞ ഒരാൾ എഴുതണ്ട. 0 കൂട്ടുന്നതിനെ കൊണ്ട് യാതൊരു മാറ്റം അവിടെ വരുന്നില്ല. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു -1 ചെയ്താൽ മക്കളെ കിട്ടേണ്ട ഉത്തരം -10 എന്നാണ്. ഈ -10 ആയിരിക്കും മക്കളെ ഇവിടുത്തെ എത്രാമത്തെ ടേം എന്ന് പറയുന്നത്? 25ാമത്തെ പദം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ചെയ്യുന്നതോടുകൂടെ നമ്മൾ ഏത് പേജിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്? 21ാമത്തെ പേജിലുള്ള ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് തീർക്കുകയാണ്.